ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ഈ സീരീസിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ക്ലാസ്സാണ്. വേറൊന്നുമല്ല, പ്രസന്റ് ആയിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളായിട്ടൊക്കെ ഒരു വേർഡിനെ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ വളരെ സിമ്പിൾ ആയിട്ടൊരു വേർഡ് തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ദേഖ്ന. ദേഖ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുക. അതെല്ലാവർക്കും അറിയാം അല്ലെ? നോക്കുക, കാണുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറയാണ്, ഞാൻ ഇന്നലെ ഒരു സിനിമ കാണാൻ പോയിരുന്നു. നമ്മൾ കഴിഞ്ഞ കാര്യമാണ്. ഞാൻ അറിയുന്നവരൊന്ന് പറഞ്ഞു നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഇന്നലെ ഒരു സിനിമ കാണാൻ പോയിരുന്നു. അപ്പൊ എങ്ങനെയാണ്? मैं कल एक फिल्म देखने गया था, गई थी. मैं कल एक फिल्म देखने गया था. കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് അവിടെ ഥാ വന്നു അല്ലെ, ഗയി തി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാ പറയണേ? ജസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ എങ്ങനെയാണ്? मैं फिल्म देख रहा हूँ, मैं फिल्म देख रही हूँ. മനസ്സിലായോ? ഞാൻ ഫിലിം കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ശരി. ഇനി നമ്മൾ പറയുന്നത് എന്താ? ഞാൻ നാളെ ഒരു സിനിമ കാണാൻ പോകും. ഞാൻ നാളെ ഒരു സിനിമ കാണാൻ പോകും. അതെങ്ങനെ പറയാം? कल मैं एक फिल्म देखने जाऊंगा, जाऊंगी. कल मैं एक फिल्म देखने जाऊंगा എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാനൊരു ഫിലിം കാണാൻ പോകും. ഓക്കെ, ശരി. അപ്പോൾ ഇതുപോലെ തന്നെ ഈസിയാണ്. നിങ്ങളൊന്ന് ക്ലിക്കായി വരുന്നുണ്ടാവും. പല പ്രാവശ്യം നമ്മൾ പറയുന്നത് കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ശരി. ഇനി ഞാൻ ചോദിക്കുകയാണ്, നീ ആ ഫിലിം കണ്ടിരുന്നോ? നമ്മളൊരു നല്ലൊരു ഫിലിമാണ്. നീ ആ ഫിലിം കണ്ടിരുന്നോ? ക്യാ ആപ്നെ വോ ഫിലിം ദേഖി തീ അല്ലേ? ക്യാ ആപ്നെ വോ ഫിലിം ദേഖി തീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് കണ്ടിരുന്നോ? ആ ഫിലിം കണ്ടിരുന്നോ? ഓക്കെ, നീ എപ്പോ കാണും? അങ്ങനെയാണെങ്കിലോ അപ്പൊ നമുക്ക് വരുന്ന യൂസാണ് കബ്. ക്യാ കബ് അറിയാവോ? കബ് എന്ന് പറയുമ്പോൾ എപ്പോൾ എപ്പോൾ കാണും. കബ് ദേഖോഗെ, കബ് ദേഖോഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ കാണും. ഓക്കെ, ഇനി നീ ആ ഫിലിം കാണുമോ? ക്യാ അബോ ഫിലിം ദേഖോഗെ, നീ കാണുമോ? അത് കാണുമോ എന്ന് ചോദിക്കില്ലേ? ക്യാ അബോ ഫിലിം ദേഖോഗെ. മനസ്സിലായോ? ശരി. ഇനി നമുക്ക് അടുത്ത ഒരു വാക്ക് നോക്കാം. 1, 2, 3 പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഐഡിയ കിട്ടും. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം, എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ശരി. അപ്പൊ അടുത്ത വാക്കാണ് പഹൂഞ്ചന. പഹൂഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരുക എന്നാ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വേർഡ് മീനിങ്സിൽ, നോക്കുക കേട്ടോ. പഹൂഞ്ചന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ പറയണ അവൻ ഇന്നലെ എത്തിച്ചേർന്നിരുന്നു. ഇന്നലെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഓ കൽ പഹൂഞ്ച് ഗയ, ഓ കൽ പഹൂഞ്ച് ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇന്നലെ എത്തിച്ചേർന്നു. എത്തിച്ചേർന്നിരുന്നു എന്ന് പറയുമ്പോൾ ഓ കൽ പഹൂഞ്ച് ഗയ. മനസ്സിലായോ? രണ്ടും പാസ്റ്റ് ആണ്. അതാ മലയാളത്തിന്റെ ചേർന്നു, ചേർന്നിരുന്നു, ആ ഡിഫറൻസ് ആണ്. ഇനിയിപ്പോ ഞാൻ പറയാണ്, ഞാൻ അവിടെ എത്തിച്ചേരുവാണ്. നമ്മൾ ഫോൺ ചെയ്തിട്ട് പറയാം, ഞാൻ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അങ്ങനെ എങ്ങനെയാ പറയാ? മേ വഹാ പഹൂഞ്ച് രഹാ ഹൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ് ആണ്, പ്രസന്റിലാണ്. ഞാനിപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. മേ വഹാ, ഞാൻ അവിടെ, പഹൂഞ്ച് രഹാ ഹൂം എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ്? ഞാൻ നാളെ അവിടെ എത്തിച്ചേരും അല്ലെ? ഫ്യൂച്ചറാണ്. ഞാൻ നാളെ അവിടെ എത്തിച്ചേരും. മേം കൽ വഹാ പഹുഞ്ചാവുങ്ക, മേം കൽ വഹാ പഹുഞ്ചാവുങ്ക എന്ന് പറഞ്ഞാൽ പഹുഞ്ചാവുങ്കി. ഓക്കെ, ഞാൻ നാളെ അവിടെ എത്തിച്ചേരും. ഓക്കെ, ശരി. ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ്, നീ അവിടെ എത്തിച്ചേർന്നോ? നീ അവിടെ എത്തിച്ചേർന്നോ? ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെയാ? ക്യാ വഹാം പഹുഞ്ച് ഗേ എന്നും ചോദിക്കാം, പഹുഞ്ചേ എന്നും ചോദിക്കാം. ചോദ്യങ്ങൾ പല രീതിയിലുണ്ട്, സെന്റൻസുകൾ കേട്ടോ. എങ്ങനെ ചോദിക്കാം? ക്യാ വഹാം പഹുഞ്ച് ഗേ, എത്തിച്ചേർന്നോ? ഇനി എപ്പോൾ എത്തിച്ചേരുന്നാണെങ്കിലോ കബ് പഹുഞ്ചോഗി, കബ് പഹുഞ്ചോഗി എന്ന് വെച്ചാൽ എപ്പോൾ എത്തിച്ചേരും. കബ് എന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, എപ്പോൾ എന്നാണ് അല്ലേ? ശരി. ഇനി അടുത്ത വാക്കാണ് പരിശാൻ കാരണ. പരിശാൻ കാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ശല്യപ്പെടുത്തുക, ഡിസ്റ്റർബ് ചെയ്യുക അല്ലേ? ഓക്കെ,
ഇപ്പൊ നമ്മളൊരു സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ രാജു രവിനെ എപ്പോഴും ശല്യപ്പെടുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനൊരു സെന്റൻസ് ആയിട്ട് പറയാം? രാജു രവിക്കോ ഹമേശ, ഹമേശ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ്. ഓക്കെ, ഹമേശ പരേശാൻ കർത്താ നിർത്താ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജു എപ്പോഴും രവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ശല്യപ്പെടുത്തിയിരുന്നു, അവൻ ഇന്നലെ തന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിയിരുന്നു. അതെങ്ങനെയാ പറയാ? പരേശാൻ കിയാത, പരേശാൻ കിയാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റായി. അവൻ ഇന്നലെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിയിരുന്നു. ഇനി അതുപോലെ തന്നെ ശല്യപ്പെടുത്തും എന്നാണെങ്കിലോ കരേക, പരേശാൻ കരേക, വോ മുജെ പരേശാൻ കരേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ ശല്യപ്പെടുത്തും, അവൻ എന്നെ ശല്യപ്പെടുത്തും, അതാണ് അർത്ഥം വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചോദിക്കാണ്, അവൻ താങ്കളെ ഒരുപാട് ശല്യപ്പെടുത്തിയോ എന്ന് ചോദിക്കണേ. അവൻ താങ്കളെ ശല്യപ്പെടുത്തിയോ? ഉസ്നെ ആപ്കോ ക്യാ ഉസ്നെ ആപ്കോ പരിശാൻ കിയാ, ക്യാ ഉസ്നെ ആപ്കോ പരിശാൻ കിയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളെ അവൻ ശല്യപ്പെടുത്തിയോ എന്നാണ് കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ ഇനി നമുക്കൊരു 2-3 വെർബുകളുടെ 3 രൂപങ്ങൾ നോക്കാം. ജസ്റ്റ് എന്താ പറയുന്നത്, ഈസി ആയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ 39 ആണ്, സീരീസിലെ 39th ക്ലാസ് ആണ്. ഇനി മുന്നോട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് പഠിപ്പിക്കാനുള്ളതായിട്ടില്ല. കാരണം ഒരു 45 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 ക്ലാസ്സസ് നമുക്ക് എന്താണ് സംസാരിക്കണം, കുറച്ചും കൂടി സ്പീഡായിട്ട് സംസാരിക്കാനായിട്ട് നോക്കണം. അപ്പൊ അതുകൊണ്ട് 45 ക്ലാസ് വരെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് തമ്മിൽ സംസാരിക്കണം കേട്ടോ. അത് ഞാൻ ക്ലാസ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 വെർബ് ഏതാണെന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് ഇപ്പൊ നമ്മൾ പറയാണ് കേൽന, അതുപോലെ തന്നെ ബോൽന, സുന്ന. അപ്പൊ ഇതിന്റെ 3 രൂപങ്ങൾ എങ്ങനെയാ വരുന്നത്? ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കേൽന. അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾ റഹാഹും കേൾ റഹീഹും. ഓക്കെ, സുൻ റഹാഹും സുൻ റഹീഹും. പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, സുൻ റഹാഹും സുൻ റഹീഹും. മനസ്സിലായോ? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ, ബോൾ റഹാഹും ബോൾ റഹീഹും. മനസ്സിലായോ? അതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർ റഹാഹും കർ റഹീഹും, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസന്റ് രൂപം അങ്ങനെയാ പറയാം. ഓക്കെ, ശരി. അതുപോലെ തന്നെ ഇനി നമുക്ക് അതിന്റെ പാസ്റ്റ് രൂപങ്ങൾ നോക്കാം. എങ്ങനെയാ? കേട്ടിരുന്നു, പറഞ്ഞിരുന്നു, കളിച്ചിരുന്നു. എങ്ങനെയാ? നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാ പറയണേ? ബോലാത്ത അല്ലെ, ബോലാത്ത. അതുപോലെ തന്നെ എന്താ പറയാ, കഹാത്ത എന്ന് പറയും കേട്ടോ. പറഞ്ഞിരുന്നു കഹാത്ത. ഓക്കെ, അതുപോലെ തന്നെ കേട്ടിരുന്നു സുനാത്ത, അതുപോലെ തന്നെ കളിച്ചിരുന്നു ഖേലാത്ത. മനസ്സിലായോ? അപ്പൊ ആ പാസ്റ്റ് രൂപം അങ്ങനെയാ വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിന്റെ ഫ്യൂച്ചർ രൂപങ്ങൾ എന്താണ്? പറയും, കേൾക്കും, കളിക്കും. ബോലൂങ്ക, അതുപോലെ തന്നെ സുനൂങ്ക, കേലൂങ്ക. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ രൂപങ്ങൾ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഓരോ വെർബ്സ് എടുത്തിട്ട് ഓരോ വെർബുകളിൽ നിന്നും അതിന്റെ 3 രൂപങ്ങൾ എഴുതാനായിട്ട് ശീലിക്കണം കേട്ടോ. കാരണം വളരെ ഈസിയാണ്, നമുക്ക് ആ വാക്ക് മാത്രമല്ല മാറുന്നുള്ളൂ. കുറെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളത് നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിലേക്ക് കയറി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആണ്. ഒരു റിവിഷൻ ക്ലാസ് പോലെ ആയിരുന്നു, കണ്ടിന്യൂ ആയിട്ട് എന്താ പറയുക ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. എന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ എന്താ പറയുക, അറിയാത്തവരിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.